ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിൽ പലവർക്കും കേട്ടറിവ് പോലും ഇല്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും എനർജി മെർജിങ്ങിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ എനർജീസ് മെർജ് ചെയ്യുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലിയേഷൻ ഉള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രതിഭാസം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ രണ്ട് വ്യക്തികളുടെ ആ ഒരു മെസ്കുലിൻ ഫെമിനിൻ ആ ഒരു എനർജീസിൽ വരുന്ന രണ്ട് വ്യക്തികളും ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ തമ്മിൽ ആര് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും മാഗ്നറ്റ് പോലെയുള്ള ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് നിങ്ങൾക്ക് വീണ്ടും റീയൂണിയനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള ഒരു എനർജി മർജിങ് ഒക്കെ നടക്കുക, നിങ്ങളുടെ ഒരു റീകൺസിലേഷൻ അങ്ങനെ പോസിബിൾ ആവുക, ഇതെല്ലാം എല്ലാവർക്കും സംഭവ്യമാവുന്ന കാര്യമല്ല. ഇത് വെരി കോമൺ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. വളരെ കുറച്ച് പേർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലെ ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ആ ഒരു ഡിവിനിറ്റി പോസിബിളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് അങ്ങനെയുള്ള ഒരു റീകൺസിലേഷൻ പോസിബിൾ ആണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എനർജി മെർജിങ് വഴി നിങ്ങളുടെ റീകൺസിലിയേഷൻ പോസിബിൾ ആകുമോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിലേക്ക് അടുക്കാനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളിവിടെ നോക്കുന്നത് എനർജി മെർജിങ് ആണ്, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സും അതുപോലെ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. അപ്പോൾ മെയിൻ കാർഡ്സായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ബ്ലെസ്സിങ്സ് ആൻഡ് അതുപോലെ തന്നെ ലവുമാണ്. ഇവിടെ ബ്ലെസ്സിങ്സ് എന്നുള്ള കാർഡ് കൊണ്ട് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, അനുഗ്രഹം. ആ ഒരു സിമ്പിൾ വാക്കായിട്ട് നമുക്കത് തോന്നും, പക്ഷേ ഒരുപാട് ഇന്നർ മീനിങ് ഉള്ളൊരു വാക്കാണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഏഞ്ചൽസ്, കാവൽ മാലാഖയോ സ്പിരിറ്റ് ഗൈഡ്സോ സ്പിരിറ്റ് ഗാർഡിയൻസോ അങ്ങനെ ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും എന്താണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വ്യക്തത വന്നിട്ടുണ്ടാവും. അത് മനസ്സിലാക്കുന്നതിനായിട്ട് പ്രകൃതി തന്നെ പലതരത്തിലുള്ളൊരു സൂചനകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഏതൊക്കെയോ രീതിയിലുള്ള സൈൻസോ സിമ്പിൾസോ എനർജീസിലോ ഒക്കെ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള എനർജീസ് നിങ്ങളിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഏഞ്ചൽസിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്, അവർ നിങ്ങൾക്ക് വഴികാട്ടി തരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ പോലും നിങ്ങളുടെ കൺമുന്നിൽ അത്തരത്തിൽ എത്തിച്ചേർന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ ഡെയിലി കാണുന്ന വ്യക്തികൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു ചാനലോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരു വീഡിയോ പോലും കാണാത്തൊരു വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഇതാണ് ആ ഒരു കണക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചില കാര്യങ്ങൾ അറിയാനായിട്ട് നിമിത്തമായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയോ ഇങ്ങനൊരു ചാനലോ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഫസ്റ്റ് ടൈം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ അറിയിക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ലവ് എന്നുള്ള കാർഡാണ്. അപ്പോൾ ലവ് എന്ന് പറയുമ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഒരു പ്രണയം എന്നുള്ളത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്. അതൊരു ഒരുപാട് ഇന്നർ മീനിങ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു വാക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ് ഈ ലവ് എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഓരോ പ്രണയമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആ ഒരു ട്രൂ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഡിവിനിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ലവ് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാളും ഒരു മുരടിച്ച മനസ്സോടുകൂടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിങ്ങുന്ന മനസ്സോടുകൂടി ഒരു ഹീലിംഗ് പോലും സംഭവിക്കാതെ നിങ്ങളാകെ മരവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രണയം എന്താണ് എന്ന് വീണ്ടും അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതത്തിനിടയ്ക്ക് നമ്മളെ ആരെങ്കിലും സ്നേഹിക്കപ്പെടാനും അതുപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നുക, ഇതെല്ലാം ഒരു ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രണയം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ഫ്ലോ, നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി കൊടുക്കൽ വാങ്ങലാണ്, ആ ഒരു എനർജി ഷിഫ്റ്റാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് വരാതിരിക്കുമ്പോഴാണ് അതിനകത്ത് പാളിച്ചകൾ വരിക, അല്ലാന്നുണ്ടെങ്കിൽ അടിച്ചു പിരിയുക, സെപ്പറേഷൻ, കണ്ണീര്, ഇതെല്ലാം വരുന്നത് ആ ഒരു എനർജി ഷിഫ്റ്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാണ്ടാവുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനുണ്ടായിരുന്ന ആ ഒരു താളപ്പിഴകളെല്ലാം മാറി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള ആ ഒരു എനർജി ഷിഫ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. അതിനുള്ളൊരു പാത്രമാണ് നിങ്ങളുടെ മനസ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. അതേപോലെ തന്നെ ആ ഒരു ഏഞ്ചൽസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ആ ഒരു ദൃഷ്ടി നിങ്ങളിൽ പതിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു തെറ്റായ വഴിയിലൂടെ പോവുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ തെറ്റായ ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഗൈഡിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഏത് സിറ്റുവേഷനിൽ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് ആർക്കുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരവസരത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല, ഇതാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും അവസാന വാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഡീപ്പാവാൻ കഴിയില്ല, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെല്ലാം വിചാരിച്ചിരിക്കുന്ന ഒരു അൾട്ടിമേറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടവറിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന പോലെ ആ ഒരു പീക്ക് ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ പേഴ്സൺ സെപ്പറേറ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ലവറോ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത്രത്തോളം ഈ ഒരു പേഴ്സണെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു പേഴ്സൺ കൂടിയേ തീരൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിങ്ങളുണ്ടായിട്ടുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കംപ്ലീഷൻ കാർഡ് പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഫുൾഫിൽമെൻറ്റ് ഈ ഒരു പേഴ്സണാണ്. അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷനിലാണ്. ഇവിടെ വന്നിരിക്കുന്ന പ്രൊജക്ഷൻസ് എന്നുള്ള കാർഡ് പോലെ നിങ്ങൾക്കിടയിൽ ഒരു മറ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരില്ല, വരാനുള്ള സാധ്യതയില്ല, നിങ്ങളുടെ ആ ഒരു പഴയ നല്ല നിമിഷങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോട്ടൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു റീയൂണിയൻ ഒന്നും നിങ്ങളുമായിട്ട് സംഭവിക്കില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണും വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഈ ഒരു കാർഡ് പോലെയാണ്. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മറ മാത്രമേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ പറഞ്ഞ മറ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരഞ്ഞെടുത്ത് പോയ മറ്റൊരു വഴിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ബാധ്യതയായിട്ട് വന്നു നിന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, എന്ത് കാര്യമാവാം. അതാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ രണ്ടുപേരുടെയും ഇടയിൽ ആ ഒരു തടസ്സമായിട്ട് വന്ന് നിൽക്കുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് കാർഡ് എന്ന് പറയുന്നത് ഓർഡിനറീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിഷമം ഇപ്പോൾ സാധാരണമായിട്ട് മാറിയിരിക്കുന്നു. ഒരു സമയത്ത് വളരെ ഇമോഷണലി ഡൗൺ ആയിരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിനെ കീറി മുറിച്ച ഈ ഒരു വേദന ഇപ്പോൾ ഇത് സാധാരണമാക്കി കാണാനായിട്ട് നിങ്ങൾ പഠിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വേദന നിങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓർഡിനറി ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ പെയിൻ ഉണ്ട്, നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു നിരാശാബോധമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ഞാൻ ചെറുതായി പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ദിവസം ഒരു എക്സ്ട്രാ ഓർഡിനറി തിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്നുള്ളൊരു ധാരണയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സെപ്പറേഷന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അകന്നു മാറിയതിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഏതെങ്കിലും വ്യക്തികളോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ചിലവർക്ക് പുതിയതായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു സെപ്പറേഷന് ശേഷം നിങ്ങൾക്കൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെ കൊണ്ട് എവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ, ഏത് മരുഭൂമിയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ജീവിച്ചു പോകാം എന്നുള്ള ഒരു ഗട്ട്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്.
അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കണ്ടീഷനിങ് കാർഡ് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എമർജിങ് പവർ അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആട്ടിൻകുട്ടിയുടെ ഒരു വിഷമത്തിലായിരുന്നു നിങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിസ്സഹായ അവസ്ഥയിലായിരുന്നു, എന്നെ സഹായിക്കാൻ ആരും ഇല്ല എന്നൊക്കെ വിചാരിച്ച് വളരെ പത്തറ്റിക്കായിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളിപ്പോൾ ഉണർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സിംഹമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സിംഹം നമുക്കറിയാം കാട്ടിലെ രാജാവാണ്. ആ ഒരു ഫയർ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെയാണ് ആ ഒരു രാജാവ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ സ്ട്രോങ് ആൻഡ് ബോൾഡ് ഇനഫ് എന്ന് പറയാം. അത്രത്തോളം സ്ട്രോങ് ആണ്. നിങ്ങളിനി തകർക്കാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് വന്നാലും സാധിക്കില്ല. അത്രത്തോളം നിങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ അതിശയിക്കുന്നുണ്ടാവാം, ഞാൻ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയി, എനിക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നോ, എനിക്ക് ഇങ്ങനെയും സ്ട്രോങ് ആയിട്ട് മുന്നേറാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണെ അകറ്റി നിർത്തിയത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായത് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരുപാട് പേർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ആ ഒരു ഗൈഡൻസ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗൈഡൻസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനാണ്. ആ ഒരു ബന്ധം ഡിവൈൻ ആകുന്നു എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴാണ് ഒരു ഗൈഡൻസ് കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്കൊരു ഉൾവിളി തോന്നുക, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് നമ്മളുടെ തെറ്റിൽ നിന്ന് തിരുത്തി നമ്മളെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. ആ ഒരു സമയം എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ ടൈം ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ഈ പറഞ്ഞ സ്പിരിറ്റ് ഗൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ, ഏഞ്ചൽസ് ആണെന്നുണ്ടെങ്കിൽ, ഇവരെല്ലാം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്കിത് മനസ്സിലാവുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവർ തരുന്ന ആ ഒരു മെസ്സേജസ് എല്ലാം കണ്ണു തുറന്ന് കാണാൻ സാധിക്കുന്നത് നമ്മളിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി പതിയെ പോകുമ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സെപ്പറേഷനിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബ്ലെസ്സിങ് വരിക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗൈഡൻസ് രണ്ട് പേർക്കും ഒരേപോലെ കിട്ടുക, രണ്ട് പേർക്കും ഒരേ തരത്തിൽ അത് കണക്റ്റഡ് ആവുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ആരുടെ കൂടെയാണ്, ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉയരുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ എത്രയും വേഗം കണ്ട് അല്ലെങ്കിൽ ഓടിച്ചൊന്നൊന്ന് ഹഗ് ചെയ്യാൻ തോന്നുക, ഇത്തരത്തിലുള്ളൊരു ഫീലിങ്സ് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എനർജീസ് കണക്റ്റഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മെർജിങ് നടക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, രണ്ട് പേരും അറ്റ് എ ടൈം ഇങ്ങനെയുള്ളൊരു കാര്യം ചിന്തിക്കുന്നു, രണ്ട് പേർക്കും ആ ഒരു ടെലിപ്പതി കണക്ഷൻ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ശരീരത്തിനൊരു ചൂട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ചിലപ്പോൾ നിങ്ങളുടെ ഫേസിനൊരു ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ കൈകൾക്കായിരിക്കാം ഒരു ചൂട് അനുഭവപ്പെടുക, ഒരു വാംത്ത് അനുഭവപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയുന്ന പോലെ ഒരു തരിപ്പ്, ഒരു തരം തരിപ്പോ മരവിപ്പോ ആ രീതിയിലൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്നൊരു രോമാഞ്ചം ഉണ്ടാവും. നമ്മൾ പോലും അങ്ങനെ ചിലപ്പോൾ തണുപ്പുള്ള സമയത്തായിരിക്കും നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നത്, പക്ഷേ ഇതങ്ങനെയല്ല, ഇവരെക്കുറിച്ച് ഓർക്കുന്ന ഒരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വൈബ്രേഷനാണത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്റ്റഡ് ആവുന്നു, മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ്റെ ടൈം ആകുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അത്രത്തോളം പൊരുത്തപ്പെട്ടിരിക്കുമ്പോൾ, ഇനി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു കംപ്ലീഷൻ കാർഡ് പോലെ പരസ്പര പൂരകങ്ങളായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുക. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണോട് ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു വ്യക്തി വൈരാഗ്യമോ, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സണാണ്, അവരിപ്പോഴും വേറെ തരത്തിൽ സുഖിച്ച് നടക്കുകയാണെന്ന് ആ ഒരു തരത്തിലൊക്കെ ഉള്ളൊരു ബന്ധത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവില്ല. ഇതെപ്പോഴും രണ്ട് പേരും തമ്മിൽ എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും അവർ കണക്റ്റഡ് ആവാനായിട്ട് തുടങ്ങുന്നൊരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെ മനസ്സിൽ നിങ്ങളെ തന്നെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം വരുമ്പോഴാണ് ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഔട്ട്സൈഡർ കാർഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്കെങ്കിലും ഈ ഒരു സമയത്ത് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം. കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടൊരു ഹായ് ബൈ കിട്ടിയ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, അത്രത്തോളം ആവേശത്തോടു കൂടി നിങ്ങളിൽ നിന്ന് അകന്നു പോയ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം നിങ്ങൾക്ക് ഈ അടുത്തായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ലിസ്റ്റിൽ പെടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കണക്ഷൻ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ എത്ര ശപിച്ചോ വെറുത്തോ ഒക്കെ പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് ഉടനെ തന്നെ മടങ്ങി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സെപ്പറേഷൻ ഇത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന ജസ്റ്റ് ഈ ഒരു 3D വിഷൻ കൊണ്ട് നമ്മൾ കാണുന്ന ഒരു സെപ്പറേഷൻ മാത്രമാണ്, അല്ലാതെ നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും 10 മാസം അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് പുറത്ത് വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അത്രയും നാൾ നമ്മൾ ഒന്നായിരുന്നു, അമ്മയായാലും നമ്മളാണെന്നുണ്ടെങ്കിലും
ഒരേ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഒരേ ശ്വാസത്തിലൂടെ ശ്വസിച്ച് അങ്ങനെ വന്നിട്ടുള്ളവരാണ്. പക്ഷേ നമ്മളൊരു സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആയി. പക്ഷേ അവിടെയും നമ്മൾ സെപ്പറേറ്റഡ് ആവുന്നു എന്ന് പറയുന്നത് ആ ഒരു കോഡ് മുറിച്ച് നമ്മൾ പുറത്ത് വന്നു, നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറി. അപ്പോൾ ഇവിടെ ആ ഒരു സെപ്പറേഷൻ നമുക്ക് തന്നിരിക്കുന്നത് പോലും നമ്മളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു പൂർണ്ണ രൂപമാവണം, അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യനായി തീരണമെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ആരുമല്ലാതായി തീരുക, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അന്യരായിട്ട് മാറുക. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയതിലൂടെ പ്രപഞ്ചം ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ വന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ആ ഒരു ഹൈഡിങ് ഗ്ലാസ് ആയിട്ട് വന്ന് വീണതോ ഒന്നുമല്ല. ഇതെല്ലാം നേരത്തെ നിയോഗിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു മെർജിങ് നടക്കുന്നത് പോലും, അല്ലെങ്കിൽ ഇവർ നിങ്ങളിലേക്ക് അടുക്കുന്നത് പോലും നിങ്ങളുടെ ആ ഒരു ഉദ്ദേശം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സെപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്, അതിവിടെ പൂർണ്ണമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ബ്രേക്ക് ത്രൂ കാർഡ് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ ഒരു ബ്രേക്ക് ത്രൂ നടന്നിരിക്കുകയാണ്. അതായത് ആ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് സെപ്പറേറ്റ് ആയി പോയെടുത്ത് നിന്ന് നിങ്ങളുടെ രണ്ട് പേരുടെയും ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ത്രൂ കാർഡിൻ്റെ താഴെ വന്നിരിക്കുന്ന റീബർത്ത് പോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ആവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു റീബർത്ത് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മൊത്തം സ്പ്രെഡ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും ആ ഒരു ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിന്നിരുന്ന വ്യക്തികളാണ്. ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോവില്ല എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് അകന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിചയപ്പെടേണ്ടുന്ന ചില വ്യക്തികളുണ്ട്, നിങ്ങൾക്ക് ഇതുവരെ അറിയാത്തതായിട്ടുള്ള ചില സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശമായിട്ട് നിയോഗമുണ്ടായിരുന്നത് അത് നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ആരുമില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് നിയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ പൂർത്തിയായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിനെയും തരണം ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആരില്ലാന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സ്നേഹത്തിൽ നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും ഇതുപോലെയുള്ള ഒരു വീഴ്ച ആർക്കായാലും സംഭവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഇങ്ങനെ പല പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് നിയോഗിച്ചിരുന്ന കർമ്മങ്ങൾ പൂർത്തിയായതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ കാര്യവും. ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ഇന്നർ വോയിസ് വർക്കാവുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ പല വ്യക്തികളുടെ വാക്കുകൾ കേട്ടൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചുറ്റും നിന്ന് ഉപദേശിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഡൈവേർട്ട് ചെയ്ത് ഇവരുടെ ആ ഒരു കോൺസെൻട്രേഷനിൽ നിന്ന് മാറ്റിക്കളയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരുപാട് തേർഡ് പാർട്ടീസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇനി മറ്റുള്ളവരെ അല്ല വിശ്വസിക്കേണ്ടത്, എന്നെ തന്നെയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ന്യൂ വിഷൻ കാർഡ് പോലെ തന്നെ അവരുടെ ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ലെസൺസ് ചിലപ്പോൾ അവരും ഇവിടെ പഠിച്ചിട്ടുണ്ടാവാം. നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു സാഹചര്യം അവരും മറികടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ചതിക്ക് ചതി എന്ന് പറയുന്ന പോലെ അവരും ആ ഒരു ബൂമറാങ് പോലെ കർമ്മ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഏതൊക്കെ തരത്തിലൂടെ നിങ്ങൾ കടന്നു പോയോ അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിലൂടെ ഇവിടെ നിങ്ങളുടെ പേഴ്സണും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവരെ ശക്തരാക്കി മാറ്റിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത് അവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലെസൺസ് നിങ്ങൾ രണ്ടുപേരും പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ കർമ്മം ഇപ്പോൾ പൂർത്തിയായതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും പരസ്പരം ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏത് പേരിട്ടാണോ അവർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് ആ ഒരു വിളി ഒരിക്കൽ കൂടി കേൾക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പൂവണിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ തരത്തിലാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർത്തും ഡെഡ് എൻഡായ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനൊരു പുനർജന്മം കിട്ടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും നിങ്ങളുടെ ലൈഫിൽ രണ്ട് പുതിയ വ്യക്തികളെ പോലെ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു സോഴ്സ് കാർഡ് പോലെ അതിൻ്റെ ഒരു ഉത്ഭവമാണ്, സോഴ്സാണ്. ഇനി വീണ്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സോഴ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പാഷനൈറ്റ് ആയിട്ടുള്ള ബിഗിനിങ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങളെ യൂണിവേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയതെങ്കിലും, അല്ലെങ്കിൽ ഇത്രയും കംപ്ലീഷൻ ആയിട്ടിരുന്ന രണ്ട് വ്യക്തികളെ രണ്ട് പാത്രത്തിലാക്കിയത് എന്തിനാണെന്നുണ്ടെങ്കിലും
ആ ഒരു ഉദ്ദേശ ലക്ഷ്യം നിങ്ങൾ രണ്ടുപേരും നേടേണ്ടതായിട്ട് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നിങ്ങളെ ആ ഒരു റീജോയിനിങ് അല്ലെന്നുണ്ടെങ്കിൽ റീകൺസിലി ചെയ്യിപ്പിക്കുക എന്നുള്ളതും ആ യൂണിവേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് കാർഡ് പോലെ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഒരു നെഗറ്റീവ് വൈബുകൾ മൊത്തം ഒഴിഞ്ഞു പോകാനും നിങ്ങളെ മാത്രം രണ്ടുപേർക്കും അവനവനെ തന്നെ വിശ്വസിക്കാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നതിനൊക്കെ കാരണമായിരിക്കുന്നത് ഈ ഒരു റീസണാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുള്ള രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസ് തരണം ചെയ്ത് പോയിട്ടുള്ള രണ്ട് വ്യക്തികൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ മാത്രമാണ് ഇവിടെ അനുഭവിച്ചിട്ടുള്ളത് എന്നായിരിക്കും. പക്ഷെ ഒരിക്കലുമല്ല. ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സണും ഇവിടെ തുല്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവരും പല രീതിയിൽ സഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ പെയിനാണ് നിങ്ങൾക്ക് വലുത്, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ കാര്യമാണ് അവർക്കും വലുത്. പക്ഷെ രണ്ടുപേരും ഒരേപോലെ പക്ഷേ രണ്ട് തരത്തിലെന്ന് മാത്രം എന്നുള്ള രീതിയിൽ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു റീയൂണിയനാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് മോർ ദാൻ ദാറ്റ് ഇങ്ങനെയുള്ള രണ്ട് സോൾസിൻ്റെ ആ ഒരു റീയൂണിയനാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വളരെ കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളൂ. കാരണം ഇങ്ങനെയുള്ളൊരു എനർജി മർജിങ് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ളൊരു പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും. ഇപ്പോൾ നമ്മൾ 1000 പേരെടുത്ത് കഴിഞ്ഞാൽ ഒരു 10 പേർക്കായിരിക്കും ഇങ്ങനെയുള്ളൊരു സംഭവം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്ലൂ ആയിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം, സ്കോർപിയോ, നമ്പർ 25, നമ്പർ 11, നമ്പർ 22, നവംബർ മന്ത്, ലെറ്റർ ബി, നമ്പർ 19, നമ്പർ 12, ഒക്ടോബർ മന്ത്, ലെറ്റർ ജി, ലിയോ സോഡിയാക് സൈൻ, ഫെബ്രുവരി മന്ത്, ലെറ്റർ ഇ, ലെറ്റർ ജെ, ലെറ്റർ പി, കോട്ടയം, ലെറ്റർ എൻ ആൻഡ് നമ്പർ 16. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ എന്ന് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഒരുപാട് പേർക്ക് ഇതിൽ ചിലപ്പോൾ റെസനേഷൻ കിട്ടണമെന്നില്ല. കാരണം ഈ ഒരു റീഡിങ് കാണാനും അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനും അത്രയും സ്ട്രോങ് ആയിട്ട് മാറാനും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയോ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു സെൻസേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ഡിവിനിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണ് ഇത് സംഭവ്യമാകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജീസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അത് എഴുതിയിടുക, അത് ക്ലെയിം ചെയ്യുക. കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ക്ലെയിം ചെയ്ത് നമ്മളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്ത് നിർത്തുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മളൊരു 10 പ്രാവശ്യം ഒരു കാര്യം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുക, കമൻസിലൂടെ എഴുതുക, അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.